ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ ആയിട്ടാണ്. നമ്മൾ പനീർ കൊണ്ടൊരു കാര്യം ഉണ്ടാക്കാൻ പോണു. പനീർ പെപ്പർ മസാല. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല ശുദ്ധമായ പനീർ വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോണത്. ഒരു അടിപൊളി വിഭവമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഉണ്ടാക്കിയാലോ? പനീർ പെപ്പർ മസാല. ചേരുവകൾ: പനീർ 400 ഗ്രാം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. പനീറിൽ കോട്ടിങ്ങിന് വേണ്ട ചേരുവകൾ: കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 മുതൽ 1/4 ടീസ്പൂൺ. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: എണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, ബേ ലീഫ് 1 എണ്ണം, ഇഞ്ചി അരച്ചത് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ആകാം, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1/4 കപ്പ് അഥവാ 3 ടേബിൾ സ്പൂൺ. അതും ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ആദ്യമേ തന്നെ പനീർ. ഇതിപ്പോൾ 400 ഗ്രാം പനീറുണ്ട്. ഇത് ഞാൻ സ്ക്വയർ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1-2 കാര്യങ്ങൾ. അതായത് ഇത് കോൺഫ്ലവർ കുറച്ചെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കോൺഫ്ലവർ, ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി മിക്സ് ചെയ്യാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, കുറച്ചുപ്പ്. ഇതാണ് നമ്മുടെ ഒരു ഡ്രൈ മിക്സാണ് ഈ മസാലപ്പൊടി. ഇനി ഇതിലേക്ക് പനീർ പീസസ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു കോട്ടിങ് കിട്ടും പനീറിൻ്റെ പീസസിന്. പനീറിനകത്ത് ഇച്ചിരി ഈർപ്പമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യും. ഒരു റഫ് കോട്ടിങ് മതി, ഒരുപാട് വേണമെന്നില്ല. ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് തവ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഷാലോ ഫ്രൈ. നല്ലൊരു തവ ഇത് ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണിനകത്ത് എണ്ണ. ഇനി പനീർ പീസസ് ഇങ്ങനെ നിരത്തി വയ്ക്കാം. ചെറിയൊരു ഷാലോ ഫ്രൈ അത്രേ ഉള്ളൂ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കും. ഇനി ഒരു സൈഡ് കുറച്ചൊന്ന് മൂക്കുമ്പോൾ തിരിച്ചിടാം. അങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈയുടെ ആവശ്യമുള്ളൂ, നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അപ്പോൾ 2 സൈഡും സെറ്റായി. ഇനി തീ ഓഫ് ചെയ്യാം. പനീർ റെഡി. ആക്ച്വലി ഇതൊരു ഗ്രില്ലിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ആ പാത്രത്തിൽ, ആ പാനിൽ അങ്ങനെ ഇരിക്കട്ടെ, ആ തവയിൽ. ഇപ്പുറത്ത് വീണ്ടും ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ പനീർ ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഗ്രിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പുറത്തെ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും, റിഫൈൻഡ് ഓയിൽ. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാം. ആ ഗ്രേവിയിലേക്കാണ് നമ്മുടെ പനീർ പീസസിനെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പനീർ പെപ്പർ മസാല എളുപ്പത്തിൽ ചെയ്യാം. ഇതൊന്നും അധികം സമയം എടുക്കുന്ന കാര്യമല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സൈഡിൽ ഇത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. എണ്ണ നല്ല ചൂടായി. ഇനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതിലേക്ക് ബേ ലീഫ്, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വരെ ആകാം. ഇനി പച്ചമുളക് 1 എണ്ണം, ആ ജീരകമൊക്കെ മൂത്ത് മണം ഒക്കെ വരും. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നത്. ബേ ലീഫിൻ്റെ മണവും ആഹാ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി എന്താണ് അടുത്തത്? സവാള, 2 സവാള, മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇത് ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ്, ചെറുതായി അരിഞ്ഞതാണ്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി ഒരു പകുതി പാകമാകുമ്പോൾ നമുക്ക് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും കൂടി ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ
ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞതാണെങ്കിൽ ഇതിന് മുന്നേ, അതായത് സവാള ചേർക്കുന്നതിന് മുന്നേ ചേർക്കണം. ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം ഇഞ്ചി അരിഞ്ഞതും, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത്. ഇതിപ്പോൾ അരച്ചതായതുകൊണ്ട് നമ്മളൊരു 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി ആ ഒരു സ്റ്റേജിൽ ഇഞ്ചി അരച്ചത് 1.5 ടീസ്പൂൺ, അതുപോലെ വെളുത്തുള്ളി അരച്ചതും 1.5 ടീസ്പൂൺ ചേർക്കും. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, അല്പം ഉപ്പ്. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പാകത്തിന് മൂക്കും, സവാളയുടെ ബാക്കി മൂക്കനും സെറ്റാകും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഇപ്പോൾ പനീർ ഇവിടെ റെഡി ആയിരിക്കുവാണ് കേട്ടോ. പുറമേ ഒരു ക്രസ്റ്റി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണമൊക്കെ വരട്ടെ. ഇപ്പോൾ സവാള എല്ലാം മൂത്തു, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് കഴിഞ്ഞു. ഇത് എണ്ണയൊക്കെ തെളിയുന്ന ഈ ഒരു ഭാഗം. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ കുറച്ചുകൂടെ ഗ്ലാമറസ് ആകും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, അതായത് 3 ടീസ്പൂൺ. മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി. ഇത് എരിവിനനുസരിച്ചിട്ടാണ്. ഏകദേശം 3 ടീസ്പൂൺ വരെ ആകാം, അതായത് 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇപ്പം ഞാനിപ്പോൾ 2 ടീസ്പൂൺ നിറച്ചിട്ടു. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കും. ഇനി ഇതിലേക്ക് തൈര് ചേർക്കുന്നു. മൂത്ത് കഴിഞ്ഞു, എല്ലാം മൂത്ത് കഴിഞ്ഞു പാകത്തിന്. തൈരും കൂടി ഏകദേശം ഒരു 1/2 കപ്പോളം തൈര് ചേർക്കാം. അപ്പോൾ തൈരെല്ലാം വറ്റി, എണ്ണയൊക്കെ വീണ്ടും തെളിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം, ഒരു 2 കപ്പോളം വെള്ളം ഒഴിക്കാം. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തു, പോരാ. നല്ലൊരു തിള വരട്ടെ. തിള വന്നു, ഗ്രേവി ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പനീറിൻ്റെ പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. The grilled പനീർ പീസസ് 400 grams ആണ് ടോട്ടൽ. 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി നല്ല ടൈറ്റായി, തിക്ക് പനീറിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെയായി. ഇനി തീ ഓഫ് ചെയ്യാം. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അത്ര മതി. ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണത്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് ഫിനിഷ് ചെയ്യാം, അതും കൂടി ഇട്ടാലും നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ഭയങ്കര സ്വാദാണ്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, പ്ലെയിൻ റൈസിൻ്റെ കൂടെ. പക്ഷേ ഇതിന് വേണമെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന നിലയ്ക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ അവസാനം ചേർത്താൽ കുറച്ചുകൂടി ഗംഭീരമാവും. ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം ക്രീമും കൂടി ചേർക്കും. ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പോളം, അതായത് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. അപ്പോൾ കുറച്ചുകൂടി ഒരു റിച്ച്നെസ് കൊണ്ടുവരും. പക്ഷേ നിർബന്ധമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആസ് സച്ച് അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പെപ്പർ മസാല, പനീർ പെപ്പർ മസാല വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. പനീറൊക്കെ ഇങ്ങനെ ഗ്രേവിയിൽ കിടന്ന് ഒരു 10 മിനിറ്റോളം വെന്തിട്ട് കുറച്ചുകൂടെ സോഫ്റ്ററായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ
ഒരു ഗാർണിഷായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നല്ലതാണ്. കുറച്ച് ഫ്രഷ് ക്രീം കൊണ്ട് ഞാനൊന്ന് അങ്ങനെ സ്വാദിഷ്ടമായ പനീർ പെപ്പർ മസാല ഈസ് റെഡി. ആ ടേസ്റ്റ് എന്ന് അറിയാമോ, വെജിറ്റേറിയൻസിന് ഇതൊരു ഗംഭീര വിഭവമായിരിക്കും. ചപ്പാത്തി, പൊറോട്ട, നാൻ, റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും, ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ ക്രീമെന്ന് പറഞ്ഞത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ പെപ്പർ മാത്രം, ആ പെപ്പർ മസാലയുടെ ആ ഒരു ഗ്രേവി മാത്രം മതി. നല്ല കുറച്ച് ടൈറ്റാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. മല്ലിയില നിറച്ചിടുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം, ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റീംഡ് പുഡിംഗ് ആണ്, കാരമൽ സ്റ്റീംഡ് പുഡിംഗ്. കാരമൽ എഗ്ഗൊക്കെ ചേർത്തിട്ടാണ്, എഗ്ലെസ് അല്ല കേട്ടോ. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണല്ലോ പനീർ പെപ്പർ മസാല. അപ്പോൾ ഈ 2 വിഭവങ്ങളും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.